പലപ്പോഴും നിരീശ്വരവാദികളായ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ നന്മ ചെയ്യുന്നത് അത് ഞങ്ങളുടെ മനുഷ്യത്വം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെന്താ പറയാ ഞങ്ങളുടെ നന്മ കൊണ്ടാണ്. മതവിശ്വാസികൾ നന്മ ചെയ്യുന്നത് അത് ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഞങ്ങളാണ് കൂടുതൽ നല്ല ആളുകൾ എന്ന് പറയുന്ന ഒരു സ്ഥിരം സാധനമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും പറയുന്നത് നിരീശ്വരവാദികൾ ആരും നന്മ ചെയ്യൂല എന്നല്ല. അത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിരീശ്വരവാദികൾ ആരും നന്മ ചെയ്യില്ല എന്നല്ല, മനുഷ്യർക്കെല്ലാവർക്കും അവരുടേതായ ഒരു ഫിത്ര ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇസ്ലാമികമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം. അവർക്ക് ഒരു ശുദ്ധ പ്രകൃതി ഉണ്ട്. ആ ശുദ്ധ പ്രകൃതിയിൽ എല്ലാവരിലും അതിൻ്റെതായ ഒരു നന്മ സ്വാഭാവികമായിട്ടും നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ നന്മയുണ്ട്. അത് എല്ലാവരിലും, മനുഷ്യരായി പിറന്ന ബനിയാദമായിട്ടുള്ള എല്ലാവരിലും ആ നന്മകളുണ്ട്. അപ്പോൾ ആ നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന മനസംതൃപ്തി, അല്ലെങ്കിൽ മറ്റുള്ളവര് പ്രയാസപ്പെടുമ്പോൾ ഉള്ള ഒരു വിഷമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതത്തിൽ തന്നെ നമുക്കുള്ള കാര്യമാണ്. അത് നിരീശ്വരവാദിക്കും ഉണ്ട്. നമ്മൾ പറയുന്ന ഒരിക്കലും നിരീശ്വരവാദിയായ ഒരാൾ ഒരിക്കലും ഒരു നന്മ ചെയ്യുക എന്നല്ല, മറിച്ച് അവന്റെ ആശയം അവന് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആശയം പ്രകാരം അവന് നന്മ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും എന്തുണ്ടാവും? നന്മ ചെയ്യാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാവും. അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. നിരീശ്വരവാദിക്ക് മാത്രമല്ല ഒരു മനസംതൃപ്തി ഉണ്ടാകുക, നിരീശ്വരവാദിക്ക് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കണം തോന്നുക, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ, ആശയപരമായി നമ്മൾ നോക്കണം. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് ചെയ്യുമ്പോൾ ഒക്കെ, നിരീശ്വരവാദി ചെയ്താലും അല്ലാത്തവർ ചെയ്താലും ഒക്കെ അവർക്ക് മനസംതൃപ്തി ഉണ്ടാവും. നന്മ ചെയ്താൽ അതിൻ്റെതായ ആ ഒരു മനസ്സിലൊരു തൃപ്തി തോന്നും. തിന്മ ചെയ്താൽ ഒരു മനക്കുത്ത് തോന്നും. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആശയപരമായി നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലോകവീക്ഷണം ഉണ്ടാവും. ആ ലോകവീക്ഷണം പ്രകാരം ആശയപരമായി നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ നന്മ ചെയ്യാൻ, ഈ നേരത്തെ പറഞ്ഞ ഒരു തൃപ്തി തോന്നണമെങ്കിൽ ഇത് ചെയ്യണമല്ലോ, അതിലേക്ക് അവനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നും നിരീശ്വരവാദിയുടെ ലോകവീക്ഷണത്തിലില്ല. എന്നാൽ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്ക് അവന് ഇൻസെന്റീവ് ആയിക്കൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന മറ്റു കാര്യങ്ങൾ അവനുണ്ട്. ഇത് മാത്രമാണ്. ബാക്കി എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യന്മാർക്ക് തോന്നുന്നത് തന്നെയാണ് നിരീശ്വരവാദിക്കും മതവിശ്വാസിക്കും ഒക്കെ എല്ലാവർക്കും തോന്നുക. പക്ഷെ അവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട ഒന്നും നിരീശ്വരവാദത്തിലില്ല. പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട കൃത്യമായ ഇൻസെന്റീവുകൾ എന്തിനുണ്ട്? മതവിശ്വാസിക്ക് ഉണ്ട്. ഇതാണ് ആശയപരമായി നോക്കുമ്പോൾ ഇതേ വ്യത്യാസമുള്ളൂ. എല്ലാവരും മനുഷ്യന്മാരാണ്. അവന്റെ ഫിത്രത്തിലുള്ള ശുദ്ധപ്രകൃതിയിലുള്ള നന്മയിലേക്ക് നയിക്കാൻ മതവിശ്വാസത്തിന് കഴിയുന്നു. ആ നന്മയിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് വലിക്കാൻ നിരീശ്വരവാദത്തിന് കഴിയുന്നു. ആശയപരമായി നോക്കുമ്പോൾ ഇത് മാത്രമാണ് വ്യത്യാസം. ദൈവത്തിൽ നിന്നുള്ള പ്രീതി, ദൈവത്തിൽ നിന്നുള്ള എന്താ പറയാ കൂലി കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇതെന്തോ ഒരു വലിയൊരു മോശം കാര്യം പോലെയാണ് ഇവര് പറയാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്കുള്ള ഒരു ഇൻസെന്റീവ് കൂടി ഉണ്ടെങ്കിലാണ് സാമൂഹികപരമായിട്ട് അത് ആവർത്തിക്കപ്പെടുക. എപ്പോഴെങ്കിലും ചെയ്യുന്ന കാര്യമല്ല. സ്ഥിരമായി ഒരു ആളുകളെ പരസ്പരം സഹായിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവണം എന്ന് വിചാരിക്കുക. ആ സൊസൈറ്റി അങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ആ പരസ്പരം സഹായിക്കുക എന്നുള്ളതിനുള്ള എന്തെങ്കിലും ഒരു ഇൻസെന്റീവ് ആ സൊസൈറ്റിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് തുടർന്നു പോവുള്ളൂ. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ സഹായിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിയാണ്. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് ഇസ്ലാം മുന്നിൽ കാണുന്നത്. പരസ്പരം സഹായിക്കുന്ന, നന്മകൾ ചെയ്യുന്ന. അപ്പൊ ആ നന്മകൾ ചെയ്യുന്നതിനുള്ള ഇൻസെന്റീവുകളും ഇസ്ലാമിക ലോകവീക്ഷണത്തിലുണ്ട്.